ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബോട്ടി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിവിടെ ബോട്ടിയൊക്കെ നല്ല വൃത്തിയാക്കി ചൂടുവെള്ളത്തിലിട്ട് നന്നായി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഞാൻ നമ്മളെ കുക്കറിലെടുത്ത് വെച്ച് ഉണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് അത് അടച്ച് വെച്ച് നമ്മൾ കുക്കറിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4 വിസിലും പിന്നെ തീ കുറച്ചിട്ടിട്ട് ഒരു 5 വിസിലും അടുപ്പിച്ചെടുക്കുന്നുണ്ട്. കാരണം ബോട്ടി നല്ല വേവുള്ളതാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഈ ബോട്ടി വേവാൻ വെച്ച സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എടുത്തുണ്ട്. ശേഷം ഒരു പാന് എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ചെറിയ ജീരകവും 3/4 സ്പൂണ് വലിയ ജീരകവും ചേർത്ത് ഇളക്കി അതിലേക്ക് ഒരു 3 ടീസ്പൂൺ പച്ചമല്ലിയും കുരുമുളകും കുറച്ച് പട്ടയും ഒരു 2 പച്ചമുളകും ഒരു 2 ഗ്രാമ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ഞാൻ നേരത്തെ എടുത്ത് വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ആഡ് ചെയ്ത് വീണ്ടും ഇളക്കി നന്നായി എടുക്കുക. ഉള്ളിൽ ഈ നിറം ഒന്ന് ചെറുതായിട്ട് മാറുമ്പോൾ അത് നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കറുത്ത് പോകും, അതായത് കരിഞ്ഞു പോകും. നമ്മൾ അതിൽ ഇട്ട സാധനങ്ങളൊക്കെ കരിഞ്ഞു പോകും. അതിന് ശേഷം നമുക്ക് ഇത് ഒന്നായിട്ട് വാങ്ങി വെക്കാം. അത് തണുത്തതിന് ശേഷം നന്നായി നരച്ചെടുക്കണം കേട്ടോ. അപ്പം ബോട്ടിയിലെ മസാല ചേർക്കാനുള്ളതാണിത്. നമ്മുടെ ബോട്ടി നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നേരത്തെ വറുത്ത ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്കൊരു സവാള അരിഞ്ഞതും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കണം. ഉള്ളി വേഗം വാടാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മൾ നന്നായിട്ട് വഴന്ന് വരെ ഇളക്കി കൊടുക്കുക. ശേഷം എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ അരിപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്, കാരണം ലോ ഫ്ലെയിമിലിട്ടാൽ മാത്രമേ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കരിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത് മസാലയും ഉള്ളിയുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ നേരത്തെ അരച്ച മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് വെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ചെറിയത്തള അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ബോട്ടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മസാലയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം, കാരണം നമുക്ക് ബോട്ടി മസാല കിടന്ന് ഒന്നുകൂടി വേവാനുള്ളതാണ്. ബോട്ടി മസാലയൊക്കെ ഇടുന്നങ്ങായിട്ട് നന്നായിട്ട് വേവണം. അതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് നമ്മളെ എരിവിനും പാകത്തിനനുസരിച്ച് ഉപ്പും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും പിന്നെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊരു 10-15 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം, അതിനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ബോട്ടി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതാക്കുന്ന വെള്ളമൊക്കെ വറ്റി സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാനതിൻ്റെ മുകളിൽ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സവാള അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും പച്ചമുളകും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതും ഇതിടുന്നുണ്ട്. നമ്മളിത് കഴിക്കുമ്പോൾ ഒരു പച്ച കടിക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മളെ ബോട്ടി ഇവിടെ റെഡിയായി. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണിത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും
ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ വരെ നമുക്ക് ബൈ.